തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രാഥമിക ചർച്ച പൂർത്തിയായി. ചർച്ച പോസിറ്റീവായിരുന്നുവെന്നാണ് കേരയിൽ MD അജിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രയുമായാണ് കേരയിൽ MD അജിത് കുമാർ ചർച്ച നടത്തിയത്. We had some initial discussions. We will continue with the meeting. We had some initial discussions. Initial discussion continue. Sir, ഈ DPR സംബന്ധിച്ച് ചർച്ചകൾ നടന്നോ? മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഡേറ്റയും എൻ്റെ കയ്യിലില്ല. ഈ ചർച്ച കൊണ്ട് അത് ചർച്ച പൂർത്തിയായി. ഇന്നത്തെ ചർച്ച പൂർത്തിയായി. റെയിൽവേ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ മീറ്റിംഗ് ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. 45 മിനിറ്റാണ് ഇരുവരും തമ്മിലുള്ള ചർച്ച നീണ്ടത്. ഇപ്പോൾ നടന്നത് പ്രാഥമിക ചർച്ചയായിരുന്നുവെന്ന് അജിത് കുമാർ പ്രതികരിച്ചു. ഇതോടെ സിൽവർ ലൈൻ പദ്ധതിയിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേ മുന്നോട്ട് വെച്ചിരിക്കുന്ന DPRുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾക്ക് കേരയിൽ തയ്യാറാകുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന. വന്ദേ ഭാരത് കൂടി ഓടിക്കാവുന്ന ബ്രോഡ്ഗേജ് പാത വേണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഉൾക്കൊണ്ട് DPRിൽ മാറ്റം വരുത്തിയേക്കുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈൻ ട്രെയിനുകൾ മാത്രം ഓടുന്ന പാതയാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. എന്നാൽ മറ്റ് വേഗമേറിയ ട്രെയിനുകളും ചരക്ക് ഗതാഗതവും സാധ്യമാക്കുന്ന ലൈനാകണമെന്നാണ് റെയിൽവേ നിർദ്ദേശം. നിലവിലുള്ള DPR അടിമുടി പൊളിക്കുമ്പോൾ സിൽവർ ലൈനിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ അത് ഘടകവിരുദ്ധമായി മാറും. സിൽവർ ലൈൻ DPR പ്രകാരം നിലവിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. എന്നാൽ DPRിൽ മാറ്റം വരുത്തി ബ്രോഡ് ഗേജ് ആക്കണമെന്നാണ് റെയിൽവേ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.